നിലമ്പൂർ MLA PV അൻവർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം അദ്ദേഹത്തിന് പറയാനുള്ളത്. ഭർത്താവ് എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഇത് പറയേണ്ട ഗതികേട് ഒന്നുമെന്നാ പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പേരിൽ നൽകിയിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ഒരു നോട്ടീസ് അതാണ്, എന്ത് ഇങ്ങനെ ബിനാമിയാണ് എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമല്ലത്. ഞാൻ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് MLA പ്രതികരിക്കാത്തത് എന്ന് അന്ന് 3-4 ദിവസം പത്രക്കാരൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ 4-ാമത്തെ ദിവസമാണ്, ഇദ്ദേഹം മരിച്ചിട്ട് 4-ാമത്തെ ദിവസമാണ് ഞാൻ ആ വിഷയത്തിൽ അന്ന് പ്രതികരിച്ചത്. അതിൻ്റെ കാരണം ഞാൻ ഈ വസ്തുത ഇങ്ങനെ കേട്ട വിവരങ്ങൾ, അന്ന് ഈ പുറലോകത്ത് ആരും ഈ കാര്യം സംസാരിച്ചിട്ടില്ല. ശശിയാണ് ഇവരുടെ മരണത്തിന് പിന്നിലെന്ന്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് ഈ പറയുന്ന ഈ പമ്പിൻ്റെ ശശിയുടെ ബിനാമിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അതിനാണ് എനിക്ക് നോട്ടീസ് തന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോൾ ഗതികേട് കൊണ്ട് പറയുന്ന ഒന്ന്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, അതൊരു വസ്തുതയായി നിലനിൽക്കുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതും കണ്ണൂർ ജില്ലക്കാരൻ, ആ കണ്ണൂർ ജില്ലയിലെ ADM-മായി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. എന്തൊരു കളവാണ്. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഒരു ADM-ആയിട്ട് സംസാരിക്കേണ്ടി വരില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അദ്ദേഹം. 100,000 കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ഇതുവരെ അത് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ കാര്യം, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹമാണ്. പോലീസ് നടത്തിയ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ആ കുടുംബം വരുന്നവരെ കാത്തിരിക്കാതിരുന്നത്? 0.5 സെൻറ്റിമീറ്റർ ഒരു പ്ലാസ്റ്റിക്കിൽ ഓൾഡ് യെല്ലോ പ്ലാസ്റ്റിക് റോപ്പ് എന്നെഴുതിയ ഒരു പഴകിയ 1/2 സെൻറ്റിമീറ്റർ വണ്ണമുള്ള ഒരു പ്ലാസ്റ്റിക് കാറിൽ മണിക്കൂറുകളാകും ഇദ്ദേഹം തൂങ്ങിക്കിടന്ന് കഴുത്തിന് മുറിവ് പോലും പറ്റാത്ത കാര്യം എന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അതിന് മറുപടിയുണ്ടോ? അതിൽ പോലീസിൽ നിന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ച് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടിക്കൊണ്ട് അൻവർ ഈ പറയുന്നത് ശരിയല്ല, കളവാണ്, ഗതികേട് കൊണ്ടാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വിജയരാഘവൻ സഖാവ് അങ്ങനെ പറയാനുള്ള കാരണം ഒന്നുമല്ല. ആ സാധുവിനെ അവിടെ നാട് കടത്തിയത് അവർ. കേരളത്തിൽ നടക്കുന്ന കാര്യമൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം രാപ്പകലില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഒരു ഘട്ടത്തിൽ കോടിയേരി സഖാവിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ വന്നപ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നല്ല ഫീൽഡ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ അവിടുന്ന് നാട് കടത്തി ഇപ്പോൾ ഡൽഹിയിൽ എന്തോ ഒരു കർഷക സംഘമായിട്ട് സാധു നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ വിഷയങ്ങളിൽ ഇടപെട്ടതോ സംസാരിച്ചതോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനല്ല. അദ്ദേഹം വിചാരിച്ച ഇന്ന് ഡൽഹിയിൽ ഒരു പണിയില്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന ഏതോ ഒരു അൻവർ എന്ന സ്ഥിതിക്ക് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പല വാതിലിനൊക്കെ മുട്ടി നടക്കുന്ന ഒരു വ്യക്തി, അതുകൊണ്ടൊരു പണിയില്ല, അതുകൊണ്ട് ഇപ്പം ADM-നെ കുറിച്ച് പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ശശിയാകട്ടെ കൃത്യമായി ഈ നുണയാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ അങ്ങ് രാവിലെ പറഞ്ഞത് നവീൻ ബാബു പി ശശി ഈ നിലയിൽ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് എന്ന് നവീൻ ബാബു തൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു എന്നാണ്. അതിന് കൃത്യമായി തെളിവുണ്ടോ? ഇതൊക്കെ തെളിവ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും, അല്ല വെറുതെ പറയാൻ പറ്റുമോ? ഞാൻ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ഇപ്പം പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ണൂരിലെ ഒരു ADM-നോട് ജീവിതത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ് രേഖകളൊന്നും എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ആ വിളിച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, വിളിച്ചിരിക്കണമല്ലോ. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേരെ താഴെ പൊസിഷനിൽ നിന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി പറയാണ്, ഞാൻ ഈ കണ്ണൂർ ADM-ഉമായിട്ട് ഈ കാലം വരെ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നേ, അത്രേ ഇതിനെ കാണേണ്ടതുള്ളൂ. കേസുകൾ എങ്ങനെയാണ് കാണുന്നത്? കേസുകൾ ഇനിയും വരും, നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് PCCയുടെ പോസ്റ്റിൽ കാണുന്നത്. അല്ല, ആൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ ബിനാമിയാണ്
എന്ന് പറഞ്ഞ കാര്യത്തിൽ ആൾറെഡി അദ്ദേഹം നോട്ടീസ് അയച്ചു കഴിഞ്ഞല്ലോ. അത് വരട്ടെന്ന്. 16ഓളം കേസുകൾ ഇപ്പോൾ പല സ്ഥലത്തായിട്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പുതിയ ആരോപണം, അതായത് പി ദിവ്യ ആ ചടങ്ങിലേക്ക് പറഞ്ഞയച്ചത് പി ശശിയാണെന്ന ഗുരുതരമായ ആരോപണം കഴിഞ്ഞ ദിവസം മുതൽ PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള മറുപടിയൊക്കെ ചോദ്യം ചെയ്യുകയാണ് PV അൻവർ ഇപ്പോൾ.